നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ കറണ്ട് ഒരു ട്രെൻഡ് എങ്ങനെയാണ്, ഈ ഒരു ട്രെൻഡ് നമുക്കത് വരും ആഴ്ചകളിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വരും ആഴ്ചകളിലായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഈ ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ, കറണ്ട് ഒരു മൂവ്മെന്റ്, ഒരു സ്ട്രക്ചർ ഒക്കെ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. നിഫ്റ്റിയിലും ഈ ഒരു മൊമെന്റം, ഈ ഒരു മൂവ്മെന്റ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ടാണ് സൂചിപ്പിച്ചിരുന്നത്. നമ്മൾ റൈറ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയിരുന്നു. മാനേജ് ചെയ്യേണ്ട രീതികളും പറഞ്ഞിരുന്നു. ഈ ഒരു സെന്റിമെന്റിൽ പോസിറ്റീവ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സെന്റിമെന്റിൽ നമുക്കൊരു ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനാണ് സൂചിപ്പിച്ചിരുന്നത്. കാരണം ഈ ഒരു സെന്റിമെന്റിൽ നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താലാണ് നമുക്കൊരു എക്സാക്റ്റ് ആയിട്ട് അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയോ പൊസിഷനിൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റിയോ പൊസിഷനിൽ നമുക്കത് കൃത്യമായിട്ട് നമുക്കത് പറയാനായിട്ട് സാധിക്കില്ല. വളരെ സ്പീഡായിട്ടുള്ള റൈറ്റ് മൂവ്മെന്റ് മുകളിലേക്കായാലും താഴത്തേക്കായാലും നമുക്ക് വരും ദിവസങ്ങളിലായാലും ലഭിക്കും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലായാലും കുറച്ച് ദിവസം കൂടി നിഫ്റ്റിനെ എക്സാക്റ്റ് ആയിട്ട് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. പൊസിഷനിൽ നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. അത് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താലാണ് എക്സാക്റ്റ് ആയിട്ട് നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്താൽ നിഫ്റ്റിനെയും ബാങ്ക് നിഫ്റ്റിനെയും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നിഫ്റ്റിയുടെ ഈ ഒരു മൊമെന്റ് ആയാലും നമ്മളത് സൂചിപ്പിച്ചിരുന്നതാണ്. ബോത്ത് സൈഡിലേക്കാണ് മാർക്കറ്റിന്റെ ഒരു പ്രോബിലിറ്റി. മാർക്കറ്റ് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് മൂവ്മെന്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കുറവാണ് ഇൻട്രാഡേയിൽ. കഴിഞ്ഞ ദിവസം ഒരു മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം, വലിയൊരു മൊമെന്റ് ആണ് അപ് സൈഡിലേക്ക് മൂവ്മെന്റ് വന്നിരുന്നത്. അതിനുശേഷം വലിയൊരു ഫാളും മാർക്കറ്റിൽ വന്നിരുന്നു. അതിനുശേഷമായാലും നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,326 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലെവലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തിലായാലും നമ്മളത് സൂചിപ്പിച്ചിരുന്നു, ഇതിനൊരു മുകളിൽ നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ ആണ് നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ മുകളിൽ നമുക്ക് എപ്പോഴും ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നമ്മൾ 22,200 മുകളിലധികം റെസിസ്റ്റൻസ് നൽകിയിരുന്നില്ല. നമ്മളത് പറഞ്ഞിരുന്നത് അതിന്റെ ഒരു മുകളിൽ ഷോർട്ട് കവറിങ് വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. ഷോർട്ട് കവറിങ് റാലി വരാനായിട്ടുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കൃത്യമായിട്ടൊരു റെസിസ്റ്റൻസ് തന്നാൽ അവിടെ വർക്ക് ചെയ്യില്ല. നമ്മൾ 1-2 ദിവസത്തെ വീഡിയോസിൽ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. അതുപോലത്തെ ഒരു മൊമെന്റ് ആയിരുന്നു നിഫ്റ്റിയിലായാലും ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം നിഫ്റ്റിയിലായാലും കണ്ടിരുന്നത്. പക്ഷെ ഒരു ബോത്ത് സൈഡിലേക്കും ഉള്ളൊരു മൊമെന്റം നിഫ്റ്റിയിലായാലും അത് കിട്ടിയിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ ഈ ഒരു മൊമെന്റം നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്. എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് ഒരു എൻട്രി എടുത്താലാണ് നമുക്ക് ആക്യുറസിയിലുള്ള ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് ഇന്ന് നോക്കാം. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസുകൾ ഇത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നോക്കുക. ഞാൻ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് 22,405 ആണ്. അതായത് ഈ ഒരു ലെവലിലാണ് ഞാൻ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ മുകളിലായാലും ശ്രദ്ധിക്കേണ്ടത് തൊട്ടടുത്ത് റെസിസ്റ്റൻസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഇൻ കേസ് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സേഫ്. അതായത് 405 മുകളിൽ ഇൻ കേസ് ബൈര ഓപ്പർച്യൂണിറ്റി കിട്ടിയ 450 റെസിസ്റ്റൻസ്, 508 റെസിസ്റ്റൻസ് ആണ്. ഇതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകളാണ്. ഇൻ കേസ് തിരിച്ച് ഇതിന്റെ താഴത്തേക്ക്, ഓരോ റെസിസ്റ്റൻസിന്റെ താഴത്തേക്ക് തിരിച്ച് നിലനിൽക്കുമ്പോൾ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിലനിൽക്കുന്നുണ്ട്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 22,450 റെസിസ്റ്റൻസിന്റെ മുകളിലാണ്. 508 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഒരു താഴെ നിലനിന്നാൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക.
നിഫ്റ്റിയിലായാലും ഈ ഏരിയയിൽ നിഫ്റ്റിയിലായാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് നൽകാവുന്ന ഏരിയ ആണ്. അതായത് ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 22,405 ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. ക്വിക്ക് ആയിട്ടുള്ള മൊമെന്റം മാർക്കറ്റിൽ ലഭിക്കും. അടുത്തൊരു സപ്പോർട്ട് ലോവർ ലെവലാണ് കാണുന്നത്. 22,175 ഇനി സപ്പോർട്ട് കാണുന്നത്. 200 താഴെയാണ്. 22,200 മാനേജ് ചെയ്യേണ്ടത്. ഇൻ കേസ് 22,175 താഴെ 200 താഴത്തേക്ക് വന്നാലും, ഇൻ കേസ് 22,200 താഴത്തേക്ക് വന്നാലും 175 ഹോൾഡ് ചെയ്തുകൊണ്ട് 200 മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലിൽ ഈ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? അത് ഈ 22,200 താഴത്തേക്ക് വന്നാലും 200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ 22,175 നല്ല സപ്പോർട്ടാണ്. 22,075 നല്ലൊരു സപ്പോർട്ടാണ്. ഇപ്പൊ നിഫ്റ്റി ഇൻ കേസ് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ അല്ലെങ്കിൽ നിഫ്റ്റി ഇവിടുന്ന് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്താലും ലോവർ ലെവൽ സപ്പോർട്ട് ഉണ്ട്. 22,175 ഹോൾഡ് ചെയ്തുകൊണ്ട് 22,200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 22,200 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. പക്ഷെ ആ സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത് ഇതേ രീതിയിലാണ്. ഇതിനനുസരിച്ച് കൃത്യമായിട്ട് മാനേജ് ചെയ്താൽ എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഹയർ ലെവൽ റെസിസ്റ്റൻസുകൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ഒക്കെ സ്ട്രോങ് റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ അതിനനുസരിച്ച് എക്സാക്ട് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുക. 47,130 ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 130 താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 130 മുകളിൽ ചെറിയൊരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ 47,130 താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റിയാണ്. 47,320 റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഇതിന്റെ ഒരു മുകളിലും സസ്റ്റെയിൻ ചെയ്ത 47,450 റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഇത് രണ്ടും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഇതിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ യൂട്ടിലൈസ് ചെയ്യാം. ക്വിക്ക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് 46,800 ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. 46,800 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 46,675 സ്ട്രോങ് സപ്പോർട്ടാണ്. 46,575 സ്ട്രോങ് സപ്പോർട്ടാണ്. ലോവർ ലെവല് ഇത് രണ്ടും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഹയർ ലെവല് ഇത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് സപ്പോർട്ടിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് ബൈ ഓപ്പർച്യൂണിറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ 47,130 റെസിസ്റ്റൻസ് എത്തുമ്പോഴേക്കും ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. അതിനനുസരിച്ച് ഈ ഒരു റേഞ്ച് എങ്ങോട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുക. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇത്തരം ലെവലുള്ളതനുസരിച്ച് കൃത്യമായിട്ട് ട്രെൻഡിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരുന്ന ദിവസത്തെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.